ഹലോ, ഇന്ന് നമുക്ക് ഈസിയും ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയാലോ. ബ്രെഡ് പോക്കറ്റ് അല്ലെങ്കിൽ ബ്രെഡ് ഷവർമ കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, 1/4 സ്പൂൺ ടർമറിക് പൗഡർ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, 1/4 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് 20 മിനിറ്റ് നമ്മൾ മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് നമുക്ക് ഷ്രെഡ് ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യമുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് രണ്ട് പീസാക്കി വെച്ചിട്ട് ഞാൻ സൈഡൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുക്കുകയാണേ. ബ്രെഡ് ക്രംസായി മാറിയിരിക്കുകയാണ്. അപ്പോൾ 2 മുട്ടയും കൂടെ അടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡ് കട്ട് ചെയ്ത് വെച്ച ബ്രെഡില്ലേ, മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമ്മൾ ചിക്കൻ വറുത്ത എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ച് എടുക്കുക കേട്ടോ. എല്ലാ വശവും നന്നായിട്ടൊന്ന് പൊരിയണം. അതുപോലെ സൈഡിൽ വേർപിട്ട് വരാണ്ടിരിക്കാൻ നന്നായിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ സൈഡൊക്കെ നന്നായി കോട്ട് ചെയ്തില്ലെങ്കിൽ പൊട്ടി വരാൻ ചാൻസ് ഉണ്ട്, നമുക്ക് പോക്കറ്റ് കിട്ടൂല. അപ്പോൾ ഞാൻ അതിലേക്ക് അടുത്തായിട്ട് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ക്യാരറ്റ്, ക്യാബേജ്, ഒണിയൻ, കുറച്ച് ലെറ്റ്യൂസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താണ്. പിന്നെ ആവശ്യത്തിനുള്ള ചിക്കൻ വറുത്തതില്ലേ, അതൊന്ന് ഷ്രെഡ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള മയോണൈസ് ഇട്ടു. പിന്നെ ഞാനിടുന്ന കുറച്ച് ഉപ്പും കുരുമുളകുമാണ്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലിങ്. പിന്നെ കാര്യങ്ങൾ എളുപ്പമാണ്. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ, അതൊരു 2 പീസായിട്ട് കട്ട് ചെയ്യുക. ഒന്നെങ്കിൽ നടുക്കേ കൂടി കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതുപോലെ ട്രയാങ്കിളായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഈ പോക്കറ്റിലേക്ക് ഈ ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. സൈഡ് ഏതെങ്കിലും ഒരു സൈഡ് ചെറുതായിട്ടൊന്ന് അടർന്ന് വന്നെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫില്ലിംഗ് അതിൽ നന്നായിട്ട് ഇരുന്നാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ബ്രെഡ് പോക്കറ്റ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇതുപോലെ ബാക്കിയും ചെയ്തെടുക്കാവുന്നതാണ്. ഇതേപോലെ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്, നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് വെച്ച് ഇത് ചെയ്യാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവ് എടുക്കുക. പക്ഷെ നന്നായിട്ട് നൈസായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ചിക്കൻ അവോയ്ഡ് ചെയ്യാം. പകരം ബോയിൽഡ് എഗ്ഗോ എന്ത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പനീറോ സോയാ ചങ്ക്സോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബ്രെഡ് പോക്കറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റിയുമാണ്. ഈ വെജിറ്റബിൾസൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെൽത്തിയുമാണ്. താങ്ക് യു സോ മച്ച്.